ഇപ്പം ഒരു ചെറിയ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാലും ഒരു വലിയ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ UPI വഴി പേയ്മെന്റ് അടയ്ക്കുന്ന സമയത്ത് ഒരു ശബ്ദം കേൾക്കലില്ലേ? അവിടുന്ന് ഈ ശബ്ദം കേൾക്കണേ അതായത് നമ്മൾ പൈസ അയക്കാൻ വേണ്ടി നമ്മൾ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ഒരു സ്പീക്കർ ഉണ്ട് അല്ലേ? അത് ഫോൺ പേക്കും ഗൂഗിൾ പേക്കൊക്കെ ഓരോ കമ്പനീസിന് തന്നെ ഉണ്ട്. ഇപ്പം അതിൻ്റെ റിലയൻസും അതിന് പുതിയ ഇറക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പം ഈ ഫോൺ പേ ഇപ്പോൾ യൂസ് ചെയ്തൊരു ടെക്നിക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി എന്നൊക്കെ നമ്മൾ പറയാം. ഇവരെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫോൺ പേ എന്നൊരു പേരിന് ഇപ്പോൾ കാരണം ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഗൂഗിൾ പേ ഒരു കോമ്പറ്റീറ്റർ ആണ്, അതേപോലെ ഈ ഞാൻ പറഞ്ഞില്ലേ റിലയൻസ് ഇതിൻ്റെ ഒരു സ്പീക്കർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇവരെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ യൂസ് ചെയ്തൊരു ടെക്നിക്ക് അറിയും. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര വൈറലായ കുറച്ച് വീഡിയോസ് കണ്ടിന്. എന്താണ്? മമ്മൂട്ടിൻ്റെ വോയിസ് വെച്ചിട്ട്. അത് മലയാളത്തിലാണ് മമ്മൂട്ടി, ഹിന്ദിയിൽ ആരറിയോ? അമിതാഭ് ബച്ചൻ. തെലുങ്കുവില് മഹേഷ് ബാബു, അതുപോലെ തന്നെ കന്നഡയിൽ വരുന്നത് കിച്ച സുദീപ്. ഇങ്ങനെ ഈ 4 സെലിബ്രിറ്റീസിൻ്റെ വോയിസ് വെച്ചിട്ട് ഇവർ ചെയ്യുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ഒരു മാർക്കറ്റിംഗ്, ഇവർ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്താ അറിയോ? ഇപ്പോൾ ഈ ഒരു സ്പീക്കറിൻ്റെ വീഡിയോ സാധാരണ ആരും ഒരു വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊന്നും ഇടാറില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് മമ്മൂട്ടിൻ്റെ വോയിസ് അവിടെ വന്നതോടുകൂടി മമ്മൂട്ടി ഇപ്പോൾ ഒരു പേയ്മെൻറ്റ് കയറിയ കാര്യം ആ സ്പീക്കറിലൂടെ പറയുന്നത് ഒരാൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് അത് ഇൻസ്റ്റയിൽ ഇട്ട് അത് ഭയങ്കര വൈറലായി. കണ്ടിനോ? അത് ഭയങ്കര വൈറലായി. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തായി, അവിടെയൊക്കെ ആൾക്കാർ ഇപ്പോൾ ക്യാപ്ഷൻ കൊടുക്കുകയാണെങ്കിലും കോമൻറ്റ് കൊടുക്കുകയാണെങ്കിലൊക്കെ ഷെയർ ചെയ്യുമ്പോഴും ആ സ്പീക്കർ കാണുമ്പോൾ അതിൽ ഫോൺ പേ എന്നുണ്ടാവും, അവരുടെ പേര് അവിടെ ഇങ്ങനെ വൈറലായി തുടങ്ങുകയാണ്. അതാണ് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പം ഫോൺ പേ അങ്ങനെ ചിന്തിച്ചത്, അതായത് നോർമലി ഒരു സാധാരണ ഇപ്പോൾ നമുക്കറിയാം ഐഫോണിൽ സിറി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സിറി നമ്മൾ ഒരു ലേഡിയാണ് അതിൻ്റെ വോയിസ് കൊടുക്കുന്നത്. അതേപോലെ ഇത്രയും സ്പീക്കേഴ്സിൽ ഓൾറെഡി കൊടുത്തത് വേറൊരു വോയിസ് ആയിന്. അവിടെ നിന്നാണ് ഫോൺ പേ ഈ ഒരു ടെക്നിക്ക് കൊണ്ടുവരുന്നത്. അതായത് യുണീക്കായ ഒരു ടെക്നിക്കാണ്. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ അവിടെ എന്തായി, ഫോൺ പേ എന്ന പേര് അവിടെ കയറി തുടങ്ങി. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തായാലും ഈ ഫോൺ പേ എന്ന പേര് ലോകം മൊത്തം ഇപ്പോൾ വീണ്ടും വീണ്ടും അവരുടെ അപ്പം നമ്മൾ കേട്ട കാര്യമാണെങ്കിൽ നമ്മുടെ മനസ്സിലിങ്ങനെ വീണ്ടും വീണ്ടും അത് പതിയും. അങ്ങനെയാണ് ഫോൺ പേ ഇപ്പോൾ ഈ ഒരു ടെക്നിക്ക് വെച്ചിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഈ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ എൻ്റെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് മാറ്റാൻ വേണ്ടി ഒരു യുണീക്കായ കാര്യം അല്ലേ? അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയാസോ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്ത് എന്തെങ്കിലും ടെക്നിക്സ് ഒക്കെ ആരോടെങ്കിലും പറയണം, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു അഡ്വൈസ് പോലെ കൊടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോക്ക് താഴെ അതൊന്ന് കോമൻറ്റ് ചെയ്യുക. അതായത് എന്തെങ്കിലും ഐഡിയാസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാനുകളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു അഡ്വൈസ് എന്ന രൂപത്തിൽ കൊടുത്താലും മതിയല്ലേ? തന്നെ നമ്മളൊക്കെ നാളെ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നമുക്കൊക്കെ ആവശ്യം വരൂലേ? അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ നമുക്കൊക്കെ തരാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ തരിക. പിന്നെ അതുപോലെ തന്നെ ഇതുപോലുള്ള ഒരുപാട് ഇൻഫർമേഷൻ ആയ വീഡിയോസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് അവർ ചാനൽ ഡിജിറ്റൽ അക്കാഡമി.